വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ LDFന്റെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. 2016ലെയും 2021ലെയും മുദ്രാവാക്യങ്ങൾ പോലെ തന്നെ ഇത്തവണത്തെ ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യവും വൈറലായി മാറിയിരിക്കുകയാണ്. ഈ മുദ്രാവാക്യം പലർക്കും ഉള്ള ഒരു മറുപടി കൂടിയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ പാർട്ടി അല്ലാതിരുന്നിട്ട് പോലും ഇന്ത്യ എന്ന രാജ്യത്തിന് പലതവണ മാതൃകയായ ഒരു സംസ്ഥാനമായി കേരളത്തെ എത്തിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കാൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ചരിത്രം തന്നെ ആകാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ഇന്ത്യ എന്ന രാജ്യത്തിന് ഇടതുപക്ഷം എത്രത്തോളം പ്രധാനമാണ് എന്ന് പല രാഷ്ട്രീയ പ്രശ്നങ്ങളിലും ഇടതുപക്ഷത്തിന്റെ നിലപാടുകളിലൂടെ തന്നെ വ്യക്തമായതാണ്. ഇപ്പോഴിതാ ഇടതിന്റെ നയം വ്യക്തമാക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി പുറത്തു വന്നിരിക്കുന്നത്. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്നാണ് മുദ്രാവാക്യം. ജനാധിപത്യവും മതനിരപേക്ഷതയും ഇല്ലാതാകും, കോർപ്പറേറ്റുകൾ നാടുഭരിക്കും ഇടതില്ലെങ്കിൽ എന്ന ടാഗ് ലൈനോടുകൂടി മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടെയാണ് മുദ്രാവാക്യം പുറത്തു വന്നിരിക്കുന്നത്. ഈ മുദ്രാവാക്യത്തിൽ പറയുന്നത് പോലെ തന്നെ ഒരു കോർപ്പറേറ്റ് വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചു മുന്നേറുകയാണെങ്കിൽ തീർച്ചയായും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, സംസ്ഥാന തലത്തിലെയും ദേശീയ തലത്തിലെയും പല രാഷ്ട്രീയ പ്രശ്നങ്ങളിലും നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുകയാണ് UDF ഇപ്പോൾ. എന്നാൽ ഇടതുപക്ഷത്തെ നോക്കുകയാണെങ്കിൽ ഓരോ രാഷ്ട്രീയ വിഷയത്തെക്കുറിച്ചും വ്യക്തമായ നിലപാട് സ്വീകരിക്കുവാനും അതിനെതിരെ പ്രതികരിക്കാനും നിലപാടെടുക്കുവാനും തയ്യാറായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇടതുപക്ഷം. മാത്രമല്ല, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ എല്ലായ്പ്പോഴും ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നതിനായി ശ്രദ്ധ പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ ദളിതരുടെ ശബ്ദമാകാൻ LDFന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, കർഷക സമരങ്ങളിൽ LDF വഹിച്ച പങ്കിനെക്കുറിച്ചും എടുത്തു പറയേണ്ടതുണ്ട്. കർഷക സമരവുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ പോലും കേരളം എന്ന സംസ്ഥാനം ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. കേരള സംസ്ഥാനത്തെ യാതൊരു വർഗീയതയുടെയും ഭാഗമാക്കാതെ മതനിരപേക്ഷമായ ഒരു സംസ്ഥാനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇടതു സർക്കാർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് ഊന്നി പറയുന്ന വിധത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ മുദ്രാവാക്യവും. കൂടാതെ അതിൽ എടുത്തു പറയുന്നുണ്ട് ഇടതില്ലെങ്കിൽ ജനാധിപത്യവും മതനിരപേക്ഷതയും ഇല്ലാതാകുമെന്ന്. മാത്രമല്ല, ഇടതില്ലെങ്കിൽ കോർപ്പറേറ്റുകൾ നാടുഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന മുന്നറിയിപ്പാണ് ഈ ഒരു ടാഗ് ലൈനിലൂടെ നൽകുന്നത്. കൂടാതെ തിരഞ്ഞെടുപ്പ് അടുക്കും തോറും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ നോക്കുകയാണെങ്കിൽ നേതാക്കളും അണികളും പ്രവർത്തകരും എല്ലാം തന്നെ പാർട്ടി വിട്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കൂടാതെ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ജനങ്ങളിപ്പോൾ. കാരണം കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്താൽ പോലും അവർ ആ പാർട്ടിയിൽ തുടർന്ന് ഉണ്ടാകുമോ എന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല. ഭൂരിപക്ഷം ആളുകളും കോൺഗ്രസ് ഉപേക്ഷിച്ച് പോകുന്നത് കോൺഗ്രസിന്റെ നയങ്ങളോടും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നിലപാടുകളോടും ഒത്തുപോകാൻ സാധിക്കാതെയാണ്. മാത്രമല്ല, സ്ത്രീകൾക്ക് പലതരത്തിലുള്ള അവഗണനയും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ നേരിടേണ്ടി വരുന്നുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് ഷമാ മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ പൊതുസമൂഹത്തിൽ വന്ന് സംസാരിച്ചിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നത്. രാജ്യത്ത് മതനിരപേക്ഷമായ ഒരു സാഹചര്യം നിലനിർത്തണമെങ്കിൽ, രാജ്യത്തെ ബഹുസ്വരത നിലനിർത്തണമെങ്കിൽ, അതുപോലെ തന്നെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ, രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്തണമെങ്കിൽ ഇടതുപക്ഷം പാർലമെന്റിൽ ശക്തമായി തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ജയിച്ചു വരികയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരാൻ സാധിക്കുന്നതാണ്. അതേസമയം ഇടതുപക്ഷത്തിന്റെ മുൻ കാലഘട്ടങ്ങളിലെയും മുദ്രാവാക്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. 2016ലെയും 2021 കാലഘട്ടത്തിലെയും ഇടതുപക്ഷത്തിന്റെ ജയത്തിന്, തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിജയത്തിൽ ഏറെ പങ്കുവഹിച്ച രണ്ട് മുദ്രാവാക്യങ്ങളുണ്ട്. 2016ലെ തിരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ചയായ ഒരു മുദ്രാവാക്യമായിരുന്നു LDF വരും എല്ലാം ശരിയാകും എന്ന മുദ്രാവാക്യം.
ഏറെ മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും നേടാൻ ഈ ഒരു മുദ്രാവാക്യത്തിന് സാധിച്ചിരുന്നു. രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നവർക്കിടയിലും യുവാക്കൾക്കിടയിലും എന്തിന് കുട്ടികൾ പോലും പറഞ്ഞു നടന്നിരുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു LDF വരും എല്ലാം ശരിയാകും എന്നുള്ളത്. അന്നത്തെ UDF സർക്കാരിന്റെ അഴിമതികളും തെറ്റായ നടപടികളും എല്ലാം ചൂണ്ടിക്കാട്ടി അതിനെ എതിർത്ത് തോൽപ്പിച്ച് മുന്നേറിയ ഒരു മുദ്രാവാക്യമായിരുന്നു LDF വരും എല്ലാം ശരിയാകുമെന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ശരിയിലേക്ക് നയിക്കുന്നു, അല്ലെങ്കിൽ സംസ്ഥാനത്തെ തെറ്റായ നടപടികളെല്ലാം ശരിയാക്കുന്നു എന്നൊരു സന്ദേശമായിരുന്നു ഈ മുദ്രാവാക്യങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചത്. അതുതന്നെയായിരുന്നു ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റിയത്. 2016 ഇടതുപക്ഷത്തിന്റെ ആ വിജയത്തിൽ ഈ ഒരു മുദ്രാവാക്യത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. ഇടതുപക്ഷത്തിന്റെ നയങ്ങളും നിലപാടുകളും ഒരു മുദ്രാവാക്യത്തിലൂടെ എത്തിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണത്. അതുപോലെ തന്നെ LDF മികച്ച വിജയം നേടി അധികാരത്തിലേറിയ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു 2021 ഏറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു സംസ്ഥാനത്തെ ഏറെ കരുതലോടെയും ആത്മവിശ്വാസത്തോടും കൂടി പിടിച്ചു നിർത്താൻ LDF സർക്കാരിന് സാധിച്ചു. നിപ്പ, പ്രളയം, കോവിഡ് എന്നിങ്ങനെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും മഹാമാരിയിലൂടെയും കടന്നുപോയ സംസ്ഥാനമായിരുന്നു കേരളം. അതിനെയൊക്കെ കേരളം അതിജീവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉറപ്പാണ് LDF എന്ന മുദ്രാവാക്യം ജനകീയമായി മാറിയത്. 5 വർഷ കാലഘട്ടം ജനങ്ങൾക്കിടയിൽ ഈ 2 മുദ്രാവാക്യങ്ങളും നിലനിന്നിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു തിരഞ്ഞെടുപ്പ് കാലം കൂടി എത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 3ാമത്തെ മുദ്രാവാക്യവും പുറത്തു വന്നിരിക്കുകയാണ്. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന് പറയുന്നതിലൂടെ ഇന്ത്യക്ക് വേണ്ടി നിലപാടെടുക്കുന്ന, ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ മുദ്രാവാക്യത്തിലൂടെ.